ലീഗും കോൺഗ്രസും മറുപടി പറയേണ്ട കാര്യമുണ്ട്. നിങ്ങൾ പണം പിരിച്ചു, വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വീടെന്തായി എന്നത് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. ഭരണപ്പാളി എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും UDF-നെയും തിരിഞ്ഞു കുത്താൻ പോകുന്ന ബൂമറാങ്ങാണ്. ഞങ്ങൾ അതിനെ കാത്തിരിക്കുന്നു. നിങ്ങൾ ചർച്ച ചെയ്യൂ, നമുക്ക് കാണാം. ശ്രീ MP രാജേഷ്, കേരളത്തിലിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതേ ഉള്ളൂ, ഒരു വലിയ ദിവസങ്ങൾ ബാക്കി വന്നിട്ടില്ല. ഈ വളരെ പെട്ടെന്ന് തന്നെ പുതിയൊരു തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ കാഹളം കേരളത്തിലുടനീളം അനുഭവപ്പെട്ടു തുടങ്ങി. ഇത് പ്രധാനമായും വോട്ടർമാർ നേരിട്ട് പങ്കെടുത്തിട്ടല്ല, തീർച്ചയായിട്ടും മുന്നണികൾ കൂടുതൽ താല്പര്യങ്ങളെടുത്ത് അവർ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാഹളം കേരളത്തിൽ അനുഭവപ്പെടുന്നത്. ഇന്ന് കോൺഗ്രസിൻ്റെ നീക്കം സുൽത്താൻ ബത്തേരിയിൽ നടന്നു. അവർ ഒരുപക്ഷെ UDF-ൻ്റെ എങ്ങനെയായിരിക്കും പുതിയ നീക്കം എന്നുള്ള തീരുമാനങ്ങളൊക്കെ വന്നു. അതുകൂടി ആയപ്പോൾ എന്തോ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസം നടക്കാൻ പോകുന്നു എന്ന രീതിയിലൊരു ഫീലിംഗ് ആണ് ഇപ്പോൾ കേരളത്തിൽ വന്നിരിക്കുന്നത്. ശ്രീ MP രാജേഷ്, LDF ഈ മുന്നൊരുക്കങ്ങളുടെ കാര്യത്തിൽ എവിടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ? അതിനു മുമ്പ് ശ്രീ SKN, ഞാൻ അങ്ങയെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെയൊരു സ്പെഷ്യൽ ഷോ ആരംഭിച്ചതിന്. ശ്രീനാരായണ ഗുരുവാണ് പറഞ്ഞത്, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും എന്ന്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ടെലിവിഷൻ ചർച്ചകളെല്ലാം വാദിക്കാനും ജയിക്കാനും, അതും വസ്തുതകൾ കൊണ്ടെന്നതിനേക്കാൾ ശബ്ദകോലാഹലങ്ങൾ കൊണ്ട് വാദിക്കാനും ജയിക്കാനും ഉള്ള പോർവിളിയുടെ ഇടങ്ങളായിട്ട് മാറുമ്പോൾ വസ്തുതകൾ അറിയാനും ജനങ്ങളെ അറിയിക്കാനും ഉതകുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഷോ ആരംഭിച്ചത് നമ്മുടെ ടെലിവിഷൻ സംവാദത്തിൽ തന്നെ ഒരു വഴിത്തിരിവായി മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടിയാണ് ഇതിൽ വരാം എന്ന് സമ്മതിച്ചത്. തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളെക്കുറിച്ച് അങ്ങ് ചോദിച്ചു. സ്വാഭാവികമാണല്ലോ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങളേ ഉള്ളൂ എന്നതുകൊണ്ട് എല്ലാവരും തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക എന്നത് സ്വാഭാവികമാണ്. LDF-ഉം അതിൻ്റെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയമായും സംഘടനാപരമായും LDF-നെ മുഴുവൻ സജ്ജമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ LDF-ൻ്റെ പ്രചരണ ജാഥകൾ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് പ്രവർത്തനങ്ങൾ, സംഘടനാ മുന്നൊരുക്കങ്ങൾ, അതിൻ്റെ ഹോംവർക്ക് അത് ഭംഗിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ കാലത്തും LDF തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിൽ, പ്രത്യേകിച്ച് സംഘടനാപരമായിട്ടുള്ള തയ്യാറെടുപ്പുകളിൽ മുന്നിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നന്നായിട്ട് നടന്നു വരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ LDF ഗവൺമെൻറ് സൃഷ്ടിച്ച വിസ്മയകരമായിട്ടുള്ള മാറ്റം, വികസനത്തിൻ്റെ, പുരോഗതിയുടെ, ക്ഷേമ പ്രവർത്തനങ്ങളുടെയൊക്കെ കാര്യത്തിൽ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുകയും നടപ്പാക്കുകയും ചെയ്ത ബദൽ നയങ്ങളുണ്ട്. ആ ബദൽ നയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ നിലവിൽ തന്നെ അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചർച്ച ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ ചർച്ച ചെയ്യുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരവാദിത്തമായിട്ട് ഞങ്ങൾ കാണുന്നത്. ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെൻറ്റും മറ്റെല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളും പിന്തുടരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ നയമാണ് ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ബദൽ നയം സാധ്യമാണ് എന്ന് ഇന്ത്യക്ക് തന്നെ കാണിച്ചു കൊടുക്കുകയും ആ ബദൽ നയം പ്രായോഗികമായിട്ട് നടപ്പാക്കാവുന്നതാണ് എന്ന് തെളിയിപ്പിക്കുകയും ചെയ്ത, അസൂയാർഹമായ നിലയിൽ തെളിയിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ MP രാജേഷ്, തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ഫലം പഠിക്കുകയും അതിനനുസരിച്ച് തിരുത്തൽ വരുത്തുകയും ചെയ്യുന്ന CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ സ്വർണ്ണക്കൊള്ള അതേപോലെ തന്നെ പുനരാവിഷ്കരിക്കാൻ മറ്റൊരു തെരഞ്ഞെടുപ്പിൽ സാധ്യതയുണ്ട് എന്ന് വരുമ്പോൾ അതിന് CPM അല്ലെങ്കിൽ LDF എങ്ങനെ പ്രതിരോധിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്? SKN, ഞാൻ അതിനു മുമ്പ് രണ്ടുപേരും തെറ്റായ വാദങ്ങൾ ആവർത്തിക്കുന്നത് കൊണ്ട് അതിനൊന്നുകൂടി ഒരു മറുപടി പറയേണ്ടതുണ്ട്. രണ്ടുപേരും എനിക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ട് കുറച്ച് മതിയായ പരിഗണന സമയത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇവിടെ സംസാരിച്ചത് മുഴുവൻ ഡേറ്റയുടെ ആധികാരികമായ രേഖകളെ ഉദ്ധരിച്ചാണ്. അങ്ങനെ മാത്രമേ ഞാൻ സംസാരിക്കുകയുമുള്ളൂ ഈ ചർച്ചയിൽ. ഞാൻ നേരത്തെ രണ്ടുപേരും ഉയർത്തിയ വാദം കേരളം സാമ്പത്തികമായി തകർന്നു എന്നാണ്. പിന്നീട് രണ്ടാമത്തെ അവസരത്തിൽ അവരത് ആവർത്തിച്ചില്ല. ഞാൻ അവരോട് പറയുന്നു, റിസർവ് ബാങ്ക് ഹാൻഡ് ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ഇന്ത്യൻ സ്റ്റേറ്റ്സ് 2024-25 നിങ്ങളെടുത്ത് നോക്കൂ. RBI ഹാൻഡ് ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ഇന്ത്യൻ സ്റ്റേറ്റ്സ് 24-25 പ്രതിശിഷ്ട വരുമാനത്തിൽ ഇരട്ടി വർധന. GDP-യുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, എങ്ങനെയാണ് വർദ്ധിച്ചത് എന്നുള്ളത്. 2 ഇരട്ടിയാണ് അതിൽ വർധനവുണ്ടായത്. ചരിത്രത്തിൽ ആദ്യമായി ഉൽപ്പാദന മേഖലയിലെ മൂല്യവർദ്ധനവ് 1,00,000 കോടി കടന്നു, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി. അപ്പോഴാണ് വ്യാവസായികമായിട്ട് കേരളം പിന്നാക്കം പോയി എന്ന് പറയുന്നത്.
ഇന്ത്യയിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേരളം ഒന്നാമതെത്തി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം, ലോകത്തിലെ തന്നെ 4ാമത്തെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കേരളത്തിലാണ്. സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളിൽ വലിയ കുതിപ്പുണ്ടായി. ഇന്നലെ കൂടി വാർത്ത കേരളത്തിലുണ്ടായിരുന്നു. ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കേരളത്തിലാണ്. കേരളത്തിൻ്റെ IT കയറ്റുമതിയിൽ ഗണ്യമായിട്ടുള്ള വർധനവുണ്ടായി. അതുപോലെ വ്യവസായ മേഖലയുടെ കാര്യം ഇവിടെ പറഞ്ഞു. സാമ്പത്തിക സേവനങ്ങളിൽ മൂല്യവർദ്ധനവ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 3 ഇരട്ടിയാണ് കൂടിയിട്ടുള്ളത്. കേരളത്തിൻ്റെ തനത് നികുതി വരുമാനം ഇരട്ടിയിലധികമാണ് വർദ്ധിച്ചത്. സാമ്പത്തികമായി വളർച്ചയുണ്ടാകുന്ന ഒരു സംസ്ഥാനത്തെ നികുതി വരുമാനം കൂടൂ എന്ന് മനസ്സിലാക്കണം. പ്രാഥമികമായ സാമ്പത്തിക ശാസ്ത്ര പാഠമാണ്. തനത് സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ, സ്വന്തം നികുതി വരുമാനം ഇരട്ടിയിലധികമായി. അതുകൊണ്ടാണ് കേരളം കേന്ദ്രം ഇത്രയും ദ്രോഹിച്ചിട്ടും ഇങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുന്നത് എന്നുകൂടി നമ്മൾ കാണണം. ഇങ്ങനെ മൂലധന ചെലവ്, വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മൂലധന ചെലവാണ്. മൂലധന ചെലവ് 10 വർഷം കൊണ്ട് 3 ഇരട്ടിയായിട്ടാണ് വർദ്ധിച്ചത്. അവിടെയാണ് കിഫ്ബിയുടെ റോള് വരുന്നത്. ഇവിടെ പരിഹാസം ഉണ്ടായില്ലോ, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മണിയടിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള പരിഹാസം ഉണ്ടായില്ലേ. 3 ഇരട്ടിയാണ് മൂലധന ചെലവ് വർദ്ധിച്ചിട്ടുള്ളത്. സാമൂഹിക മേഖലയിലെ ചെലവ് ഇരട്ടിയായി. പെൻഷൻ 2000 ആയി എന്ന് മാത്രം പറഞ്ഞ പോരാ, സാമൂഹിക മേഖലയിലെ ചെലവ്, മൊത്തം ചെലവ് ഇരട്ടിയായി. ഇങ്ങനെ എണ്ണി പറയാവുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ശ്രീ രണ്ടത്താണിക്ക് ഞാൻ ബിരിയാണിയുടെ കാര്യം പറഞ്ഞത് മാത്രമേ അദ്ദേഹം ശ്രദ്ധിച്ചുള്ളൂ. അതിലെന്തോ ഒരു ഇഷ്ടക്കേട് അദ്ദേഹം പ്രകടിപ്പിച്ചു. ഇനി നമ്മുടെ തെരഞ്ഞെടുപ്പിലേക്ക് വരിക, രാഷ്ട്രീയ പ്രശ്നങ്ങൾ 7 വർഷമായിട്ടൊക്കെ അല്ല, വരാം അതിലേക്ക് ഞാൻ വരാം. സർക്കാരിൻ്റെ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ, അത് കൈവരിച്ച അസൂയാർഹമായ നേട്ടങ്ങൾ, കണ്ണഞ്ചിപ്പിക്കുന്ന കേരളത്തിലെ മാറ്റങ്ങൾ, അത് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പറയാൻ പോകുന്നത്. അതാണ് പ്രതിപക്ഷത്തെ അസ്വസ്ഥാക്കുന്നത്. ഇവിടെ പദ്ധതികളൊക്കെ മുടക്കി LDF എന്ന് പറഞ്ഞു. ആ വിശേഷണം അവർക്കാണ് ചേരുക. ഞങ്ങൾ തുടക്കക്കാരാണെന്ന് UDF പറഞ്ഞു. യഥാർത്ഥത്തിൽ മുടക്കക്കാരാണ് നിങ്ങളെല്ലാവരും എന്നതാണ് വസ്തുത. വിഴിഞ്ഞം തുറമുഖം വന്നപ്പോൾ പറഞ്ഞത് അത് പ്രവൃത്തി നിർത്തിവച്ച് വീണ്ടും പഠനം നടത്തണമെന്നാവശ്യപ്പെട്ട സമരത്തെ പിന്തുണച്ചത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. അതുപോലെ വയനാട് തുരങ്കപാത ഒരിക്കലും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. വിഴിഞ്ഞം യാഥാർത്ഥ്യമായി, തുരങ്കപാത യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുന്നു. നാഷണൽ ഹൈവേ ഒരടി മുന്നോട്ട് വെക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് K. മുരളീധരനാണ്. നാഷണൽ ഹൈവേ പൂർത്തിയാവാൻ പോവുകയാണ്. ഗെയിൽ പൈപ്പ് ലൈൻ സമ്മതിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് സമരം ചെയ്യുന്നവരുടെ നേതാവായിരുന്നു ശ്രീ രണ്ടത്താണി. നേരിട്ട് സമരരംഗത്തുണ്ടായ ആളാണ്. ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായി. നിങ്ങൾ ഏതിനെങ്കിലും ഒരു കാര്യത്തെ പിന്തുണയ്ക്കുക പോയിട്ട് എതിർക്കാതിരുന്നിട്ടുണ്ടോ? ശ്രീ രാജേഷ് രണ്ടത്താണിക്ക് അതിനകത്തൊരു മറുപടി ഉണ്ട്. അത് എനിക്കൊന്ന് താങ്കൾക്ക് അതൊന്ന് കേൾക്കാമെന്ന് തോന്നുന്നു. അദ്ദേഹം അത് ഇതിൽ മാത്രം അദ്ദേഹം നേരിട്ട് വികസനം തടസ്സപ്പെടുത്തി എന്നൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം നേരിട്ട് മറുപടി പറയുന്നതിൽ വിരോധമില്ല. താങ്കൾക്ക് പറയും. ശ്രീ രാജേഷിലേക്ക് മടങ്ങി വരും. ശ്രീ രണ്ടത്താണി, അതിന് മാത്രം താങ്കൾ മറുപടി പറയൂ. അല്ല, ഞാനീ പറയുന്നത് ഈ ദേശീയപാതയുടെ കാര്യത്തിലൊക്കെ ആ സ്ഥലമെടുപ്പിൻ്റെ സമയത്ത് ഞങ്ങളുടെ 2 മന്ത്രിമാർ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഇബ്രാഹിം കുഞ്ഞി സാഹിബും ഇവരുടെ സമരമുഖത്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അവർ വളഞ്ഞിട്ട് പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ സ്ഥലം വിട്ടുകൊടുക്കില്ല, ഒരു കാരണവശാലും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നവർ ഇവരാണ്. എക്സ്പ്രസ് പാത അന്ന് എക്സ്പ്രസ് വേ വന്നിരുന്നെങ്കിൽ, മുനീർ മന്ത്രിയായിരുന്ന കാലത്ത് വന്നിരുന്നെങ്കിൽ കേരളം ഇന്ന് എത്ര വലിയ വികസനം നടക്കേണ്ടതാണ്. അതിന് പൂർണ്ണമായി എതിർത്തത് അന്ന് CPM അല്ലേ? ആർക്കെങ്കിലും എതിർക്കാൻ കഴിയുമോ? ഞാനിവിടെ എവിടെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ? വിഴിഞ്ഞം പദ്ധതിയുടെ തുടക്കത്തിൽ CPMൻ്റെ നിലപാട് എന്തായിരുന്നു? ഇതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളല്ലേ. വലിയ കൊള്ളയാണ് നടക്കുന്നത്, കോടികളുടെ കൊള്ള നടക്കുന്നു എന്നല്ലേ അന്ന് വ്യാഖ്യാനിച്ചത്. ഇതൊക്കെ നമ്മൾ കണ്ട യാഥാർത്ഥ്യങ്ങളാണ്. വിശദമായി താങ്കൾക്ക് പറയാം, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ രാജേഷ് തുടരൂ. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അന്നത്തെ കരാറിലെ ജനവിരുദ്ധ കേരളത്തിനെതിരായ വ്യവസ്ഥകൾ, അതിൻ്റെ പിന്നിലുള്ള കൊള്ളയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നത് ശരി തന്നെയാണ്. പക്ഷെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം LDFൻ്റെ തുടർച്ചയായ ഗവൺമെൻറ് ഉണ്ടായതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ദേശീയപാതയുടെ ഗതി വരുമായിരുന്നു. 2016 ഉമ്മൻചാണ്ടി വേണ്ടെന്ന് വെച്ചു. ദേശീയപാത അതോറിറ്റി പൂട്ടിപ്പോയി. 10 വർഷം കൊണ്ട് ദേശീയപാത, മലയോര ഹൈവേ, അപ്പുറത്ത് തീരദേശ ഹൈവേ, ഇതെല്ലാം കേരളത്തിലുണ്ടായത് ഈ ഗവൺമെൻറ്റും അതിൻ്റെ നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തി ഉള്ളത് കൊണ്ട് മാത്രം. വയനാട് ടൗൺഷിപ്പ് കേന്ദ്രം ചില്ലിക്കാശ് ഗവർണറെയും രാജ്യസഭാംഗത്തെയും വാരിക്കോരി തന്നു. പക്ഷേ ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായിട്ട് പോലും ചില്ലിക്കാശ് തരാതിരുന്നിട്ടും ഇതാ ഫെബ്രുവരിയിൽ അവിടെ ആധുനിക നഗരം മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടാക്കാൻ പോവാണ്. ലീഗും കോൺഗ്രസും മറുപടി പറയേണ്ട കാര്യമുണ്ട്. നിങ്ങൾ പണം പിരിച്ചു, വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വീടെന്തായി എന്നത് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. ഫെബ്രുവരി 28-ന് തുടങ്ങിയാണ് വരാം. ലീഗിന്റെ വീടുകൾ ഫെബ്രുവരി 28-ന് ലീഗിന്റെ വീടുകൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു മന്ത്രി. ഫെബ്രുവരി 28-ന് നമ്മൾ ഇങ്ങനെ ഒരു സാധാരണ ചർച്ചയല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇനി കോൺഗ്രസ് ആണ് മറുപടി പറയേണ്ടത്.
അപ്പോൾ രണ്ടത്താണി പറഞ്ഞു ഞങ്ങളല്ല, ഇനി കോൺഗ്രസ് ആണ് മറുപടി പറയേണ്ടത്. 100 വീട് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു, സ്ഥലം ഇതുവരെ വാങ്ങിയിട്ടില്ല. ശരി, അത് ലീഗും കോൺഗ്രസും തമ്മിൽ പറഞ്ഞു തീർക്കട്ടെ. അതേ എനിക്ക് പറയാം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അബ്ദുറഹ്മാൻ, മറുപടി പറയേണ്ടി വരും. ഞാൻ വീണ്ടും രാജേഷിലേക്ക് വരാം. ശ്രീ അബ്ദുറഹ്മാൻ, അല്ല ഞാൻ തീർന്നില്ല. ഓക്കെ, പറയൂ. ഞാൻ പറഞ്ഞത് 100 വീട് പ്രഖ്യാപിച്ചത് കോൺഗ്രസ്, പിന്നെ എത്രയോ വീട് പ്രഖ്യാപിച്ചത് KPCC, പിന്നെ വീടിന് കാശ് പിരിച്ചത് യൂത്ത് കോൺഗ്രസ്. എവിടെ പോയി ഈ പണമൊക്കെ? എവിടെയാണ് വീട് എന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കണക്ക് പറയിപ്പിക്കുക തന്നെ ചെയ്യും. ലീഗ് രക്ഷപ്പെടും എന്നാണ് രണ്ടത്താണി പറയുന്നത്. നമുക്ക് നോക്കാം, ലീഗ് രക്ഷപ്പെടുമോ എന്ന് നമുക്ക് നോക്കാം. പക്ഷേ കോൺഗ്രസ് രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാണ് ഇക്കാര്യത്തിൽ. ഇനി അങ്ങ് ചോദിച്ച ചോദ്യം, ശബരിമല വീണ്ടും ഇവർ ചർച്ചയാക്കാൻ പോകുന്നു, അത് നിങ്ങൾ എങ്ങനെ നേരിടും? വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശബരിമല ചർച്ചയാക്കാൻ ഞങ്ങൾ അവരെ വെല്ലുവിളിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് ചർച്ച ചെയ്യട്ടെ. അപ്പോൾ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് വരികയാണല്ലോ. ഇപ്പോൾ പാരഡി ഗാനമൊന്നും പാടുന്നത് നമ്മൾ ആരും കേൾക്കുന്നില്ലല്ലോ. പാർലമെൻറ്റിൻ്റെ മുറ്റത്ത് തൊഴിലുറപ്പ് നിയമം അട്ടിമറിക്കുന്ന ദിവസം ഈ പാരഡി പാടിയ അശ്ലീലത്തിന് കേരളം സാക്ഷ്യം വഹിച്ചതാണ്. ഇവരെല്ലാം വട്ടത്തിൽ നിന്നുകൊണ്ട് പാടിയതാണ്. ഡാൻസിൻ്റെ കുറവ് കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം എന്താ പാടാത്തത്? കാരണം ഇപ്പോൾ കോൺഗ്രസിൻ്റെ പങ്ക് കൂടുതൽ വ്യക്തമായിട്ട് വരികയാണ്. ഇനി ആരിലേക്കെല്ലാം എത്തുമെന്ന നിലയിൽ ഉള്ള ആധിയാണ് കോൺഗ്രസിനെയും UDFനെയും ഒക്കെ നയിക്കുന്നത്. 2019 ഈ സ്വർണ്ണപ്പാളി മോഷണം നടന്നു എന്നിപ്പോൾ വ്യക്തമായിട്ടുള്ളത്. അന്നാണ് ഈ UDF കൺവീനർ പോറ്റിയുമായി, ഇതിലെ മുഖ്യപ്രതിയുമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പം 2014 മുതലുണ്ടെന്നുള്ളതിൻ്റെ തെളിവ് ഇപ്പോൾ വന്നു. അദ്ദേഹം തന്നെ സംബന്ധിച്ച് 2019 പോയത് എന്നത്. നോക്കൂ, സ്വർണം കട്ട പോറ്റിയും കട്ട മുതൽ വാങ്ങിയ ഗോവർദ്ധനും ഒരേ ഫ്രെയിമിൽ നിൽക്കുന്ന ഒറ്റ ചിത്രമേ ഉള്ളൂ. കട്ടയാൾ മാത്രമല്ല, കട്ട മുതൽ വാങ്ങിയയാളും. അത് ഇന്ത്യയിൽ ഏറ്റവും സുരക്ഷയുള്ള സ്ഥലത്താണ്. ബഹുമാന്യയായ സോണിയാഗാന്ധിയുടെ വസതിയിലാണ്. അവരുടെ കൂടെയുള്ളത് 2 കോൺഗ്രസ് MPമാരാണ്, CPIMൻ്റെ നേതാക്കളല്ല. അടൂർ പ്രകാശ് UDFൻ്റെ കൺവീനർ, പത്തനംതിട്ടയിലെ MP, 2 പേരാണ്. എങ്ങനെ അവിടെ കയറി? ഇന്നേ വരെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. ആര് അപ്പോയിൻമെൻ്റ് എടുത്തു കൊടുത്തു? ഇതുപോലെ ഒരു പശ്ചാത്തലമുള്ളയാൾക്ക് സോണിയാഗാന്ധിയുടെ അതീവ സുരക്ഷ, Z+ കാറ്റഗറി സുരക്ഷയുള്ള വീട്ടിലേക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു കൊടുക്കാൻ മാത്രം എന്ത് ബന്ധമാണുള്ളത്? സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്നു. അതിനു മാത്രമുള്ള എന്ത് ബന്ധവും അത്രമാത്രമുള്ള എന്ത് സ്വീകാര്യതയുമാണ് അവിടെയുള്ളത്? ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും. ചില കാര്യങ്ങൾ കൂടി അപ്പോഴേക്കും വരുമല്ലോ. സ്വർണ്ണപ്പാളി എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും UDFനെയും തിരിഞ്ഞു കുത്താൻ പോകുന്ന ബൂമറാങ്ങാണ്. ഞങ്ങൾ അതിനെ കാത്തിരിക്കുന്നു. നിങ്ങൾ ചർച്ച ചെയ്യൂ, നമുക്ക് കാണാം. ഒരു തെരഞ്ഞെടുപ്പ് ആഗതമാകുന്നു എന്ന സൂചന കേരളത്തിൽ വോട്ടർമാർക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയെന്ന് എനിക്കറിയില്ല. മാധ്യമങ്ങളിലും അല്ലാത്ത സ്ഥലങ്ങളിലും ഒക്കെ തന്നെ ഫീൽ ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഈ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. എന്നാൽ രണ്ടത്താണി ഉയർത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ശ്രീ രാജേഷ് പെട്ടെന്നൊരു മറുപടി പറഞ്ഞാൽ. തീർച്ചയായിട്ടും. ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഒരു അന്തർധാരയുടെ കാര്യം പറഞ്ഞു. അദ്ദേഹം ആ അന്തർധാരയുടെ കാര്യം പറഞ്ഞത് നല്ലതാണ്. കാരണം ശബരിമല കാലത്ത് കോൺഗ്രസിനോട് കൊടി മടക്കി BJPയുടെ പ്രതിഷേധ ജാഥയിൽ പങ്കെടുക്കാൻ ആഹ്വാനം ചെയ്തത് അന്നത്തെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമേന്ദ്രനാണ് എന്ന കാര്യം എന്നെ ഓർമ്മിപ്പിക്കാൻ അതിടയാക്കി. കൊടി ഉപേക്ഷിച്ച് ആ പ്രകടനത്തിൽ പങ്കെടുക്കാൻ, എന്തായിരുന്നു, നാമജപ ഘോഷയാത്രയോ, അതിൽ പങ്കെടുക്കാൻ ആഹ്വാനം ചെയ്തത്. ശ്രീ ശ്രീധരൻപിള്ള ഇവിടെ പറഞ്ഞല്ലോ, അദ്ദേഹം അന്ന് എങ്ങനെയാണ് കണ്ടതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു വാക്ക് അദ്ദേഹം സംഭാവന ചെയ്ത് അദ്ദേഹത്തിന് നിഷേധിക്കാൻ കഴിയാത്തൊരു വാക്കുണ്ട്. ഇതൊരു സുവർണാവസരമായിട്ട് ഉപയോഗിക്കണം എന്നതാണ്. അത്രയേ ഉള്ളൂ ഇവർക്കൊക്കെ എന്ന് കാണണം. ശബരിമലയോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ ദൈവഭയമോ ദൈവഭക്തിയോ ഒന്നുമല്ല. എല്ലാം ഒരു സുവർണാവസരമാണ്. വോട്ടിന് അധികാരത്തിനുള്ള സുവർണാവസരം. അദ്ദേഹം ഉപയോഗിച്ച വാക്കാണല്ലോ, അദ്ദേഹത്തിൻ്റെ ഉദ്ധരണിയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് തള്ളി പറയാൻ പറ്റില്ല. അപ്പോൾ ആ സുവർണാവസരം ഉപയോഗിക്കുന്നതിൽ ഒരുമിച്ച് നിന്നവരാണ് കോൺഗ്രസും അതുപോലെ തന്നെ BJPയും. ആ ഘോഷയാത്രയ്ക്ക് ക്ഷീണിച്ചവർക്ക് നാരങ്ങ കലക്കി കൊടുത്തവരാണ്. BJPക്കാർക്ക് അവർ നടന്ന് ക്ഷീണിച്ചപ്പോൾ നാരങ്ങ വെള്ളം കലക്കി കൊടുത്തവരാണ് മുസ്ലിം ലീഗ് എന്നത് മറക്കണ്ട. അതൊക്കെ എന്നെ ഓർമ്മിപ്പിച്ചതിപ്പോൾ ശ്രീ രണ്ടത്താണിയാണ്. അപ്പോൾ ആവശ്യമുള്ള സമയത്തൊക്കെ നിങ്ങൾ നാരങ്ങ വെള്ളം കലക്കി കൊടുക്കാൻ തയ്യാറായിട്ട് നിന്നിട്ടുള്ളവരാണ്. ഇനിയും അത് ചെയ്യും എന്ന് ഞങ്ങൾക്കറിയാം. നിർണായകമായിട്ടുള്ള രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ
രണ്ട് എം പിമാരാണുള്ളത്. വോട്ട് ചെയ്യാതെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്നു എന്ന് വിശദീകരിക്കാനുള്ള ധൈര്യം ലീഗിന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇന്ത്യയുടെ ഭാവിയെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അത് എത്രമാത്രം വലിയ ചർച്ചയായിരുന്നു എന്നറിയാം. ഇങ്ങനെയുള്ള ഓരോ നിർണായക സന്ദർഭത്തിലും BJPക്കൊപ്പം നിന്ന് മതനിരപേക്ഷതയെ ഒറ്റുകൊടുക്കാൻ ഒരു മനസാക്ഷിക്കുത്തും ഇല്ലാത്തവരാണ് ലീഗ്. കോൺഗ്രസിനേക്കാൾ ഒട്ടും മോശമല്ല അക്കാര്യത്തിൽ ലീഗ് എന്നതിനും നമ്മുടെ മുമ്പിൽ ചരിത്രത്തിൽ എത്രയോ ഉദാഹരണങ്ങളും അനുഭവങ്ങളും എല്ലാം ഉണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഈ സ്വന്തം ചരിത്രത്തെക്കുറിച്ച്, സ്വന്തം ഭൂതകാലത്തെക്കുറിച്ച് കൂടി ഓർക്കുന്നത് നല്ലതാണ് എന്ന് വിനീതമായി ഞാൻ ലീഗിനെയും അതുപോലെ തന്നെ ശ്രീ ശ്രീധരൻപിള്ളയെയും ഓർമ്മിപ്പിക്കുകയാണ്. വടകര ബേപ്പൂർ മോഡൽ സഖ്യം കേരളം മറന്നിട്ടില്ല. കോലീബി സഖ്യം എന്ന വാക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ നിഘണ്ടുവിലേക്ക് സംഭാവന ചെയ്യാൻ ഒരുമിച്ച് നിന്നവരാണ് ആര്? ലീഗും കോൺഗ്രസും BJPയും. അന്ന് ഡോക്ടർ മാധവൻകുട്ടിയെ രണ്ടത്താണിക്ക് നന്നായിട്ട് അറിയുമായിരിക്കല്ലോ. ശ്രീ രാജേഷ്, ഒരു കാര്യം കൂടി, ഒരു മൂന്നാം ഊഴം ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോഴും ആത്മവിശ്വാസമുണ്ട്? അതേക്കുറിച്ച് കൂടി പറഞ്ഞാൽ നന്നായിരുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ കഴിഞ്ഞ 1980 ശേഷമുള്ള 46 വർഷത്തെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഗവൺമെൻറ്റിന് തുടർഭരണം കിട്ടിയത് LDF ഗവൺമെൻറ്റിനാണ്. പിണറായി വിജയൻ നയിച്ച LDF ഗവൺമെൻറ്റിനാണ്. 46 വർഷത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആകെ എടുത്താൽ ആദ്യമായി ഇടതുപക്ഷത്തിന് തുടർഭരണം കിട്ടിയത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. എന്തുകൊണ്ടാണത് കിട്ടിയത്? ഈ സർക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനം, അത് സർക്കാർ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലുണ്ട്. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനം വിലയിരുത്തിയിട്ടാണ്. നോക്കൂ, കഴിഞ്ഞ 10 കൊല്ലം എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള മഹാദുരന്തങ്ങളെ കേരളം നേരിട്ടൊരു കാലം കൂടിയാണ്. എന്നിട്ടാണ് ഈ കണ്ണഞ്ചിപ്പിക്കുന്ന പുരോഗതിയും വളർച്ചയും ഉണ്ടായത്. 2018 പ്രളയം, നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം. അത് കഴിഞ്ഞ് കേരളത്തെ തകർത്തെറിഞ്ഞ ആ പ്രളയത്തിൻ്റെ ഏറെക്കുറെ തനിയാവർത്തനം 2019. 2020 സമ്പദ്ഘടനയെ മുഴുവൻ കൊട്ടിയടച്ചിടാൻ നിർബന്ധിതമാക്കിയ കോവിഡ് മഹാമാരിയും ലോക്ക്ഡൗണും. അത് കഴിഞ്ഞു. ആ പ്രതിസന്ധികളെയെല്ലാം കേരളം അതിജീവിച്ചത് പിണറായി വിജയൻ നയിച്ച ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ്. 2021 ശേഷം, ഞാൻ അവസാനിപ്പിക്കാം, 2021 ശേഷം കണ്ണിൽ ചോരയില്ലാതെ കേന്ദ്ര സർക്കാർ കേരളത്തെ വേട്ടയാടുകയും കേരളത്തിനുള്ള നികുതി വിഹിതം തുടർച്ചയായിട്ട് വെട്ടിക്കുറയ്ക്കുകയും ഗ്രാൻറ്റുകൾ വെട്ടിക്കുറയ്ക്കുകയും അതുപോലെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുകയും എല്ലാം ചെയ്ത് അങ്ങേയറ്റം വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചിട്ടും അതിൻ്റെ മുമ്പിൽ തലകുനിക്കാതെയും കാലിടറാതെയും കേരളം പിടിച്ചു നിന്നത് ഈ ഗവൺമെൻറ് ആയതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു 100 വീട് പ്രഖ്യാപിച്ച് അതുപോലും ചെയ്യാൻ കഴിയാത്തവരുടെ കയ്യിലായിരുന്നു കേരളമെങ്കിൽ എന്താകുമായിരുന്നു ഈ കാലത്തെ സ്ഥിതി എന്ന് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഒരു 100 വീട് വെച്ചു കൊടുക്കാൻ കഴിയാത്ത ആളുകൾ, അവരുടെ കയ്യിൽ ഈ പ്രതിസന്ധികളുടെ കാലത്ത് കേരളത്തിൻ്റെ ഭരണമുണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? വാനരൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതിന് സമാനമാകുമായിരുന്നില്ലേ? അപ്പോൾ ഇത് ജനങ്ങളുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. ഞങ്ങളൊന്നും പറയുന്നത് അതിശയോക്തിപരമായ കാര്യമല്ല. ഇവിടെ നടന്ന കാര്യം, ചെയ്ത കാര്യം, ജനങ്ങളുടെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ മൂന്നാം ഊഴം LDFന് കിട്ടുമെന്നതിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. അത് ജനങ്ങളുടെ മുമ്പിൽ ആ ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ വിനീതരായി ജനങ്ങളെ സമീപിക്കുന്നത്.